പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയ്ക്കായി തിരച്ചിൽ തുടരുന്നു. ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വിവിധ സ്ക്വാഡുകളായാണ് പരിശോധന നടത്തുന്നത്. അന്വേഷണം തമിഴ്നാട്ടിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രി വരെ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇരട്ടക്കൊലപാതകത്തിനു ശേഷം രക്ഷപ്പെട്ട പ്രതി ചെന്താമരയെപ്പറ്റി ചൊവ്വാഴ്ച രാത്രി വരെ പോലീസിന് വിവരം ലഭിച്ചില്ല. പ്രതിയെ കണ്ട പോത്തുണ്ടി, നെല്ലിയാമ്പതി പ്രദേശങ്ങളിലെല്ലാം നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് അന്വേഷണം നടത്തി. ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ആകെ 7 അംഗങ്ങളുള്ള 4 സംഘങ്ങളായി തിരിഞ്ഞാണ് പരിശോധന നടത്തുന്നത്. പ്രതിയുടെ വീട്ടിൽ നിന്ന് പകുതി ഉപയോഗിച്ച വിഷക്കുപ്പി കണ്ടെടുത്തതിനാൽ പ്രതി ആത്മഹത്യയ്ക്ക് ശ്രമിക്കാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ സമീപത്തെ മലയിലും കുളങ്ങളിലും കിണറുകളിലുമെല്ലാം പോലീസ് പരിശോധിച്ചു. കോഴിക്കോടും പ്രതി എത്തിയെന്ന വിവരത്തെ തുടർന്ന് പരിശോധന നടത്തി. അന്വേഷണം തമിഴ്നാട്ടിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. അയൽവാസികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെയാണ് തിങ്കളാഴ്ച ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. സുധാകരന്റെയും ലക്ഷ്മിയുടെയും മൃതദേഹങ്ങൾ പൊതുദർശനത്തിനു ശേഷം വീട്ടിലെത്തിച്ചു. നെന്മാറ പഞ്ചായത്ത് ശ്മശാനത്തിലും എലവഞ്ചേരിയിലുമായി സംസ്കാരം നടന്നു. M.A. Sons Gold and Diamonds, M.A. Tower, Main Road, Cherpalasheri.